പശ്ചിമേഷ്യയിൽ സമാധാന ശ്രമങ്ങൾ വീണ്ടും സജീവം. ഇറാനെ അനുനയിപ്പിക്കാൻ ഖത്തർ പ്രതിനിധികൾ ടെഹ്റാനിലെത്തി. ഹോർമുസ് കടലിടുക്ക് എല്ലാവർക്കുമായി തുറന്നുകൊടുത്തെന്ന് ഇറാൻ പ്രഖ്യാപിക്കണമെന്ന് യുഎസ്. സാങ്കേതിക ചർച്ചകൾ തുടരുമെന്ന് കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. എന്നാൽ ഇറാനുമായി ഇനി വെടിനിർത്തൽ ഉണ്ടാകില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അജയ് സുധാബിജു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, ട്രംപ് അവസാനം തുറന്നു പറഞ്ഞിരിക്കുന്നു ഇനി ഇറാനുമായൊരു വെടിനിർത്തൽ കരാറിലേക്ക് പോകില്ല. അങ്ങനെയെങ്കിൽ ആക്രമണം ഇനിയും തുടരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ യുഎസിന്റെ ഈ ആവശ്യങ്ങളൊക്കെ ഇറാൻ അംഗീകരിക്കാനുള്ള സാധ്യത എത്രത്തോളമായിരിക്കും? എന്ത് മുന്നിൽ കണ്ടുകൊണ്ടാണ് യുഎസിന്റെ നിലവിലെ നീക്കമെന്ന് നമുക്ക് നിസ്സംശയം പറയാനാകും. കാരണം ഇനിയൊരു വെടിനിർത്തൽ കരാർ ഇല്ല എന്ന് ട്രംപ് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇറാനുമായിട്ട് ഒപ്പിട്ട 14 ധാരണാപത്രം അതിൻ്റെ ഒരു വാലിഡിറ്റി നഷ്ടപ്പെടും. അങ്ങനെയാണെങ്കിൽ ആ 14 ധാരണാപത്രത്തിലെ കൂടുതൽ കാര്യങ്ങൾ അത് യുഎസിന് നടപ്പിലാക്കേണ്ടി വരില്ല. ഉദാഹരണമായിട്ട് ഇറാനിയൻ എണ്ണയ്ക്ക് മേലുള്ള ഉപരോധം പിൻവലിക്കുക, അതുപോലെ തന്നെ ഇറാന്റെ മരവിപ്പിച്ച സ്വത്തുവകകൾ വിട്ടു നൽകുക, അങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങൾ യുഎസിന് പാലിക്കേണ്ടതേയില്ല. പിന്നെ ലെബനന്റെ കാര്യം അത് യുഎസിന് ഒരു തലവേദനയെ അല്ലാതെയാകും. ഇസ്രയേലിന് എത്ര വേണമെങ്കിലും ലെബനിൽ ആക്രമണം നടത്താം, എന്നാൽ യുഎസിന് അക്കാര്യത്തിൽ ഇടപെടാതിരുന്നാൽ മാത്രം മതി. പിന്നെ ഇറാന് നേരെയുള്ള ആക്രമണം അത് യുഎസിന് ഏത് നിമിഷം വേണമെങ്കിലും പുനരാരംഭിക്കാനും ഇതിലൂടെ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇനി വെടിനിർത്തൽ ഇല്ല എന്നുള്ള ഈ പ്രസ്താവനയിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ ഇറാനുമായിട്ട് ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് യുഎസിന്റെ ഒരു തീരുമാനമെന്ന് പറയുന്നത്. പക്ഷേ അതിനുവേണ്ടി പ്രാഥമികമായി ഇറാൻ ചെയ്യേണ്ടത് ഹോർമുസ് കടലിടുക്ക് എല്ലാവർക്കുമായി തുറന്ന് കൊടുത്തിട്ടുണ്ട് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കണം എന്നതാണെന്നാണ് യുഎസിന്റെ ചില നയതന്ത്ര ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇതിനൊരു ന്യായീകരണമായി അവർ മുന്നിലോട്ട് വയ്ക്കുന്ന കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മേഖലയിൽ ആക്രമണം ഉണ്ടായപ്പോൾ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം അത് നേരിയ തോതിലെങ്കിലും തടസ്സപ്പെട്ടിരുന്നു. അതുപോലെ ഇപ്പോൾ പല കപ്പലുകളും വലിയൊരു അനിശ്ചിതത്വം നേരിടുന്നുണ്ട്. ഏത് പാത വഴി ഹോർമുസ് കടക്കണം, ഇനി ഹോർമുസ് കടന്നാൽ ആക്രമണം ഉണ്ടാകുമോ, ഇത്തരം സംശയങ്ങൾ കപ്പലുകൾക്കുണ്ട്. അപ്പോൾ ഈ ഒരു ഭീതിജനകമായിട്ടുള്ള സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടി ഇറാൻ എത്രയും വേഗം തന്നെ ഹോർമുസ് കടലെടുക്ക് എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് എന്ന് പ്രഖ്യാപിക്കണമെന്നാണ് യുഎസ് ആവശ്യപ്പെടുന്നത്. അങ്ങനെ പ്രഖ്യാപിച്ചെങ്കിൽ മാത്രമേ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകൂ എന്നാണ് യുഎസിന്റെ ഒരു തീരുമാനം. അല്ലെങ്കിൽ ഏത് നിമിഷം വേണമെങ്കിലും ആക്രമിച്ചേക്കാം എന്നൊരു നയം തന്നെയാണ് യുഎസിനുള്ളത്. എന്നാൽ അവർ ഇക്കാര്യം ഇതുവരെ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല. ട്രംപ് തന്നെ പറയുന്ന ഒരു കാര്യം, ഇറാന്റെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ടാണ് തങ്ങൾ ചർച്ച പുനരാരംഭിക്കാൻ തീരുമാനിച്ചത് എന്നാണ്. പക്ഷേ ഇറാനിയൻ നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണങ്ങൾ മറ്റൊരു തരത്തിലാണ്. ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് യുഎസ് ആണ് ധാരണാപത്രത്തിലെ പല വ്യവസ്ഥകളും ലംഘിച്ചത്, അതുകൊണ്ട് അവർ ഇതിന്റെ പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്നാണ്. ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ ഖാലിബാഫ് പറയുന്നത് ഇറാൻ വേണമെങ്കിൽ ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് ആയിട്ടുള്ള യുദ്ധത്തിനും റെഡിയാണെന്നാണ്. അപ്പോൾ അങ്ങനെ ഏത് നിമിഷം വേണമെങ്കിലും തങ്ങൾക്ക് നേരെ ആക്രമണം നടന്നാലും തിരിച്ചടിക്കാൻ ഒരുങ്ങി തന്നെയാണ് ഇറാന്റെ ഇപ്പോഴുള്ള നീക്കമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ യുഎസ് ഇറാനെ ആക്രമിച്ചപ്പോഴൊക്കെ ഗൾഫ് രാജ്യങ്ങളാണ് അതിൻ്റെ ഒരു ബാധ്യത പേറേണ്ടി വന്നത്. ഇറാൻ തിരിച്ച് ബഹ്റൈനിലേക്കും കുവൈറ്റിലേക്കും ഒക്കെ ആക്രമണം നടത്തുന്നു, അത് കാരണം വലിയ തോതിലുള്ള ആശങ്കയുൾപ്പെടെ മേഖലയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഇറാൻ ഇത്തരത്തിൽ ഒരു യുഎസുമായിട്ട് ഇടഞ്ഞു നിൽക്കുന്ന ഇറാനെ ഒന്ന് അനുനയിപ്പിക്കാൻ തന്നെയാണ് ഖത്തറിൻ്റെ ഒരു ശ്രമം. അതിനായിട്ട് ഖത്തറിൻ്റെ ചില പ്രതിനിധികൾ ഇറാനിലെത്തിയിട്ടുണ്ട്. അവിടെ ഉടൻ തന്നെ മറ്റ് ഉന്നത അധികാരികളുമായി ചർച്ച നടത്തും എന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ യുഎസും ഇറാനും തമ്മിലുള്ള ഒരു പ്രശ്നങ്ങൾക്ക് പാകിസ്ഥാനും അതുപോലെ ഈ ഖത്തറും കൂടി ചേർന്നൊരു മധ്യസ്ഥത വഹിച്ച് പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാൻ ഇൻഡയറക്റ്റ് ആയിട്ട് ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ അത് കാരണം തന്നെയാണ് യുഎസ് ഈ ചർച്ചയ്ക്ക് തയ്യാറായി മുന്നോട്ട് വന്നതെന്നാണ് സൂചന. അജയ്, മറ്റൊരു കാര്യം, ഇനിയൊരു വെടിനിർത്തൽ കരാർ ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഇപ്പോൾ വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇറാനും യുഎസുമായി മറ്റെന്തെങ്കിലും തരത്തിൽ വാക്കാലുള്ള ധാരണകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഇനിയും ചർച്ചകൾ നീളുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒരു കോൾഡ് വാർ പോലെയുള്ള ഒരു സ്ഥിതിയാണ് ഇറാനും അമേരിക്കയും തമ്മിൽ നിലവിലുള്ളത്. പരസ്പരം ഒരു വാക്കുകൾ കൊണ്ടും അതുപോലെ നയതന്ത്രപരമായിട്ടുള്ള യുദ്ധം കൊണ്ടും പരസ്പരം നേരിടുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതുപോലെ നേരിട്ടുള്ള ഒരു ആക്രമണത്തിന്റെ സാധ്യതകളും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തള്ളിക്കളയാനാകില്ല. കാരണം ഹോർമുസ് കടലിടുക്ക് ഒരു സ്വതന്ത്ര ജലഗതാഗത മേഖലയായി പ്രഖ്യാപിക്കാൻ ഇറാന് പരിമിതികളുണ്ട്. കാരണം മുൻപ് അത് അത്തരമൊരു പാത
പാതയായിരുന്നപ്പോൾ ഈ ഹോർമുസ് കടലിടുക്ക് ഇറാൻ നേരെ ആക്രമണം നടത്തിയപ്പോൾ അത് വലിയൊരു ട്രംപ് കാർഡായി അവർ ഉപയോഗിച്ചു തുടങ്ങി. അത് ഏറെക്കുറെ പല രാജ്യങ്ങൾക്കും പ്രതിസന്ധിയായി മാറുന്ന ഒരു ഘട്ടം അത് ഇറാനും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഹോർമുസ് കടലിടുക്ക് ഇനിയൊരു സ്വതന്ത്ര ജലഗതാഗത പാതയാകില്ല എന്ന് ഇറാൻ ഇപ്പോൾ നിലപാടെടുത്തിട്ടുള്ളത്. അത് ഇറാന്റെ ഒരു കൺട്രോളിൽ വരുന്ന മേഖലയാണ്. അതുവഴി കപ്പലുകൾക്ക് കടന്നു പോകണമെങ്കിൽ ഇറാന്റെ അനുമതി വേണം. അങ്ങനെയെങ്കിൽ മാത്രമേ മേഖലയിലൂടെ യാത്ര അനുവദിക്കൂ എന്നെല്ലാമാണ് ഇറാൻ നിലവിൽ പറയുന്നത്. അപ്പോൾ അത്തരമൊരു നിലപാടിൽ നിന്ന് ഇറാൻ ഇനി മാറുമോ, അല്ലെങ്കിൽ മാറുകയാണെങ്കിൽ തന്നെ അത് എന്തൊക്കെ ഉപാധികളുടെ അടിസ്ഥാനത്തിലായിരിക്കും എന്നതൊക്കെയാണ് ഒരു പ്രധാന ചോദ്യചിഹ്നം. ഇപ്പോൾ US ശ്രമിക്കുന്നതും ഈ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിൽ നിന്ന് ഇറാനെ വിട്ടുകൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്തരമൊരു അത് കഴിഞ്ഞാൽ തന്നെയും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മറ്റ് പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട്. ആണവ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനേക്കാൾ സങ്കീർണമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ്. അപ്പോൾ ഹോർമുസ് കടലിടുക്കിന്റെ വിഷയം ആദ്യം എങ്ങനെയെങ്കിലും പരിഹരിച്ചാൽ മാത്രമേ ഇനി US-ഉം ഇറാനും തമ്മിൽ ഒരു സ്വതന്ത്രമായിട്ടുള്ള ചർച്ചകൾ പഴയപടി പുനരാരംഭിക്കൂ എന്നതാണ് മുന്നിലുള്ള സാധ്യതകൾ കാണുന്നത്. ശരി, അജയ് സുധ ബിജു ആണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.